പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാണ് പാർലമെന്റ് വർഷകാല സമ്മേളനം സാക്ഷിയായത്. മുൻപില്ലാത്ത വിധം ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസിന് ലളിത് മോദി വ്യാപം വിഷയത്തിലടക്കം മറ്റു പാർട്ടികളെ കൂട്ടുപിടിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു. ലളിത് മോദി വ്യാപം വിഷയങ്ങളുടെ നടുവിലായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. ഈ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിപക്ഷാക്രമണം സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തി. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ചു നിർത്തുകയെന്ന സർക്കാർ തന്ത്രം ഇത്തവണ വേണ്ടവിധം വിലപ്പോയില്ല. BJPക്ക് വ്യക്തമായ മേൽക്കൈയുള്ള ലോക്സഭയിൽ ഒടുവിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ 25 കോൺഗ്രസ് അംഗങ്ങളെ സ്പീക്കർ സുമിത്ര മഹാജന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇതാകട്ടെ പ്രതിപക്ഷത്തെ കൂടുതൽ ഐക്യപ്പെടുത്താനാണ് വഴിവെച്ചത്. സുപ്രധാന വിഷയങ്ങളിൽ പ്രധാനമന്ത്രി തുടർന്ന മൗനവും സഭയിൽ ഹാജരാക്കാത്തതും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ നിരന്തരം കടന്നാക്രമിച്ചു. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമഭേദഗതിയിൽ നിന്ന് സർക്കാരിന് പിന്നോട്ടു പോകേണ്ടി വന്നതും തിരിച്ചടിയായി. ചരക്കു സേവന നികുതി ബില്ലും പ്രതിപക്ഷ ബഹളത്തിൽ പാസാക്കാനായില്ല. മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് വർഷകാല സമ്മേളനം അവസാനിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് നൽകുന്ന ആത്മവിശ്വാസം. എന്നാൽ നിരന്തരം സഭ സ്തംഭിപ്പിക്കുക വഴി പ്രതിപക്ഷം രാജ്യപുരോഗതിക്കാണ് തടസ്സമെന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ മണിയസ് അടൂരിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.